എത്ര പ്രയാസം ഉണ്ടായിട്ടുള്ളത്? പെപ്പർ സ്പ്രേ അടിച്ചിട്ടാണ്. ഈ ജനകീയ പ്രതിഷേധം നിയന്ത്രിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവർക്ക് അത് ചെയ്യാതെ നിർവാഹമില്ല. ജനകീയ പ്രതിഷേധം പോലീസ് നിയന്ത്രിക്കുന്ന ഇങ്ങനെയാണോ? ഇതുപോലെയാണോ? ഇത്ര ആളുകൾ ഈ നാട്ടിൽ രണ്ടാൾ മരണപ്പെട്ടതാണ്, രണ്ടുപേര് മരണപ്പെട്ടതാണ്. ഇതിനകത്ത് വന്നിട്ട് ആരെ വീണ്ടും പ്രശ്നമാവണം അവിടെ. അവിടെ ഈ പെപ്പർ സ്പ്രേ അടിച്ചതിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. അവരെ പോലീസ് മാറ്റുകയാണ്. വീണ്ടും അവിടെ സ്ഥിതിഗതികൾ വഷളായി. എം എൽ എ അടക്കമുള്ള പോയോ എന്തോ, എം എൽ എ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. സ്ഥിതിഗതികളൊന്ന് ശാന്തമായി വന്നതാണ്. അവിടെ വീണ്ടും ഒന്നും തർക്കത്തിലേക്ക് പോകുന്നു. അവിടെ വൈകാരികമായ ജനക്കൂട്ടമാണ്. അവിടെ ഇത്തരത്തിലുള്ള സീനുകൾ ഉണ്ടാക്കാതിരിക്കലാണ് ഏറ്റവും ഭംഗി. അതിന് കാരണം ഒരു തരത്തിലും നാട്ടുകാരുടെ വികാരത്തെ കുറ്റപ്പെടുന്നതല്ല. അവർ പറയുന്നത് പോലെ തന്നെ നാട്ടിലെ രണ്ടുപേരെ വെട്ടിക്കൊന്നൊരു പ്രതിയാണ്. ആ പ്രതിക്ക് വേണ്ടി നാട്ടുകാർ അത്രയും തിരഞ്ഞതാണ്. സ്വാഭാവികമായും ആ നാട്ടുകാർക്ക് ആ പ്രതിയോട് രോഷവും ദേഷ്യവും ഉണ്ടാകും. പക്ഷേ അത് നിയമത്തിൻ്റെ വഴിയിൽ കൂടി മാത്രമേ നമുക്ക് രോഷം പ്രകടിപ്പിക്കാൻ തൽക്കാലം നിർവാഹമുള്ളൂ. മറ്റ് ആഗ്രഹങ്ങൾ മറ്റ് പലരുടെയും മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും തൽക്കാലം നിയമവ്യവസ്ഥയുള്ള നിയമവാഴ്ചയുള്ള നാട്ടിൽ നിയമത്തിൻ്റെ വഴിയിൽ കൂടി മാത്രമേ നമുക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയൂ. അതിൻ്റെ പരിമിതികൾ, അതിൻ്റെ പോരായ്മകൾ നിയമത്തിൽ കൂടി മാത്രമേ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. നിഖിൽ പ്രമേഷ് ചേരുന്നത്. നിഖിൽ, വീണ്ടും അവിടെ ഒരു ചെറിയ സംഘർഷ സാഹചര്യം രൂപപ്പെടുകയാണോ? ഹാഷ്മി, ഇപ്പോൾ സ്റ്റേഷനകത്തേക്ക് ചില പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെ നമുക്ക് പറയാൻ കഴിയും. ഇവിടുത്തെ നെന്മാറയിലെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളാണ്. അവർ ചില പരാതികൾ ഉന്നയിച്ചു. അതായത് അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിക്രൂരമായിട്ടുള്ള ചില ഇടപെടലുകളുണ്ടായി. അതായത് തങ്ങൾ ഈ പ്രതിയെ കണ്ടെത്താൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ആളുകളാണ്. പക്ഷേ തങ്ങളോട് വളരെ ക്രൂരമാണ്, വളരെ മോശമാണ് പോലീസ് പെരുമാറിയത് എന്നുള്ളതാണ് അവർ ഇപ്പോൾ പറയുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് അവരൊരു പ്രതിഷേധം ഇവിടെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം വളരെ ശാന്തമായിട്ട് ആദ്യം സംസാരിക്കുകയും പിന്നീട് അതൊരു തർക്കത്തിലേക്ക് വഴിമാറുകയും ചെയ്യുകയായിരുന്നു. അതായത് സംസാരിച്ചു പോരവേ ഇവരെ ഇവിടെ നിന്ന് പിടിച്ചു മാറ്റണം എന്ന് ഒരു ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടപ്പോഴാണ് പിന്നീട് ഇതൊരു തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് നേതാവ് എൽദോ സംസാരിച്ചു പോരവെയാണ് ഇതൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇദ്ദേഹം ഒരു തർക്കം ഉന്നയിക്കുന്ന കാഴ്ച നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം വളരെ മാന്യമായി ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചത്. പുറത്ത് ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ മാത്രമാണ് അകത്തേക്ക് പ്രവേശിപ്പിച്ചത് എന്നിരിക്കുകയും ഇവിടെ വെച്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പോരവേ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. എന്തായാലും അതിപ്പോൾ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതിയെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. 3 ഉദ്യോഗസ്ഥർ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരനും ഇപ്പോൾ ആ സംഘത്തോടൊപ്പം ഈ ചോദ്യം ചെയ്യുന്നതിനൊപ്പം അദ്ദേഹം കൂടി ചേരുന്നുണ്ട്. അങ്ങനെ 3 കൂടി ചേർന്ന് ആലത്തൂർ SI ഉണ്ട്, ആലത്തൂർ ഡിവൈഎസ്പി ഉണ്ട്, മറ്റൊരു ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് ഇപ്പോൾ ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഏതാണ്ട് അരമണിക്കൂറോളമായി പ്രതിയിൽ നിന്ന് വിശദാംശങ്ങൾ ചോദിച്ചു പോരുകയാണ്. ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതിയെ ഹാജരാക്കില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സ്റ്റേഷനകത്ത് കയറി പ്രതിഷേധിക്കുന്ന ആളുകളെ ഇവിടെ നിന്ന് പുറത്തേക്ക് അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് എൽദോ അടക്കമുള്ള ആളുകളെയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. അവർ തർക്കമുന്നയിക്കുന്നത് തങ്ങൾ ഇത്രയധികം പോലീസുമായി സഹകരിച്ച് നിന്നിട്ടും തങ്ങളോട് പ്രതിയെ പിടികൂടിയതിനു ശേഷം വളരെ മോശമായി പോലീസ് പെരുമാറുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പരാതിയായി അവർ ഉന്നയിക്കുന്നത്. ആ കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ അവരെ സ്റ്റേഷന് പുറത്തേക്ക് അവരെ നീക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം ഈ സെല്ലിനകത്ത് നെന്മാറ സ്റ്റേഷനിലെ സെല്ലിനകത്ത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത് പോരുകയുമാണ്. പരമാവധി വിവരങ്ങൾ, പ്രതിക്ക് കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ പരമാവധി വിവരങ്ങൾ ഈ പ്രതിയിൽ നിന്ന് ചോദിച്ചറിയുകയാണ് അന്വേഷണ സംഘം ഇപ്പോൾ. ഹാഷ്മി.